അത് നമ്മളിതിനകത്ത് മുട്ട വെച്ച എത്ര ദിവസത്തേക്ക്? 3 ദിവസമായി. 3 ദിവസമായി അല്ലേ? നമ്മൾ 3 ദിവസം നമുക്ക് 18 ദിവസം പണിയുണ്ട് ഇല്ലേ ഇതിനകത്ത്? 18 ദിവസത്തെ പണിയുണ്ട്. ഒരു ദിവസം 1/2 മിനിറ്റ് സമയം പറയില്ലേ? ഇതാണ് 1/2 മിനിറ്റ് സമയം വാങ്ങിച്ചതാ. ഇതങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക. അല്ല, ഇങ്ങനെ ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര പണിയുള്ളൂ. ഇപ്പൊ ജസ്റ്റ് 1/2 മിനിറ്റ് സമയം മതി. നമുക്ക് ആ കോഴിമുട്ടയ്ക്ക് ജീവനുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയണമെങ്കിൽ അതിപ്പോൾ കാണിച്ചതാ. ഇപ്പൊ ഈ കോഴിമുട്ട വച്ചിട്ട് 3 ദിവസമായി. ഈ 3 ദിവസമായ മുട്ട നമുക്ക് ഇതിനകത്ത് ബ്രൂൺ ഉണ്ടോ ഇല്ലേ നമുക്കറിയാം. ഞാൻ കാണിച്ചേട്ടാ, എങ്ങനെയാണെന്ന് അറിയില്ലേ? ഇതിനകത്ത് നമുക്ക് മൊബൈൽ ടോർച്ച് അടിച്ച് നോക്കുക. ടോർച്ച് അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വെക്കും പറയാം കേട്ടോ. കാണിച്ചാ നീ കാണുന്ന ഒരു ബ്ലഡ് കണ്ടോ? നോക്കിയേ, കണ്ടോ? നരമ്പ് കണ്ടോ? ചെറിയ ബ്ലഡ് കാണും അവിടെ. ഈ ബ്ലഡാണ് നമുക്ക് വിരിയുന്ന മുട്ട. അതാണ് ചെറുതായിട്ട് അനങ്ങി പോകുന്നുണ്ട്. ഇത് നമുക്കിത് കാണുന്നുണ്ട്, ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. ഈ ബ്ലഡ് ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ചെറിയൊരു ഡോട്ട് കാണാം. ഇത് 3 ദിവസമായ മുട്ട കേട്ടോ. നമ്മൾ 6 ദിവസമൊക്കെ ആകുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നരമ്പ് വരും. ഇങ്ങനെ നരമ്പ് വരും. ഇത് ഫുള്ള് നരമ്പ് വരും. അതാണ് വിരിയുന്ന മുട്ട. ഞാനൊരു 3 ദിവസത്തെ ഇതൊരു 6 ദിവസം ആകുമ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. 6 ദിവസത്തെ മുട്ടയും കൂടെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 3 ദിവസം ആകുമ്പോൾ നമുക്ക് അറിയുന്നത് ചെറിയൊരു കുത്ത് കാണാം. ആ കുത്ത് ചെറുതായിട്ട് അനങ്ങ് കാണാം. ഇവിടെയൊക്കെ നരമ്പ് പോലെ നോക്കിയേ, ഇവിടെയൊക്കെ നരമ്പുണ്ടാവും. നോക്കിയേ, ചെറുതായിട്ട് നരമ്പ് പോലെ കാണാം. ഇതാണ് വിരിയുന്ന മുട്ട. വിരിയാത്ത മുട്ട പറയുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കാണും. അങ്ങനെ പ്ലെയിൻ ആയിട്ട് കാണുന്ന മുട്ടയും വിരിയാത്ത മുട്ട. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 5 ദിവസം 6 ദിവസമൊക്കെ ആകുമ്പോൾ ടോർച്ച് അടിച്ച് നോക്കുക. എത്ര മുട്ട വിരിയും എത്ര മുട്ട വിരിയാതെ നമുക്ക് 5 ദിവസം 6 ദിവസം പറയാം കേട്ടോ. ഒരു മുട്ട ഇറങ്ങിയാൽ 100 എണ്ണം വയ്ക്കാം കേട്ടോ. കാടൻ മുട്ട ഇറങ്ങിയാൽ 250 എണ്ണം വയ്ക്കുക. നമ്മൾ ഈ ഇൻക്യുബേറ്റർ 1 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. ഇത് ഈ സെയിം ഇതേപോലത്തെ ഇൻക്യുബേറ്റർ നമ്മൾ കർണാടകയിൽ കൊണ്ടുപോയിട്ട് 101 മുട്ട വെച്ചിട്ട് 100 കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കിയിട്ടാ. നമ്മൾ വേണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചാൽ നിങ്ങൾ സംശയിക്കാൻ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം വാങ്ങിയാൽ മതി. അതുപോലെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുതരാം. ഇനി നമുക്ക് 200 കോഴിമുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്ററെ കുറിച്ച് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ 200 കോഴിമുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ. ഇത് വന്നിട്ട് ഇതിന് വില വന്നിട്ട് 2500 ഉള്ളൂ. നമ്മൾ 1 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. 2 ബൾബ് 2 ഫാന്. ഇതിനകത്ത് കാടമുട്ടയാണെങ്കിൽ നമുക്ക് 500 കാടമുട്ട വയ്ക്കാം. കോഴിമുട്ടയാണെങ്കിൽ 200 വയ്ക്കാം. 1 വർഷം വാറന്റി ഉണ്ട്. നമുക്ക് ഈ 3 തരം ഇൻക്യുബേറ്റർ ഉണ്ട്. 60 മുട്ടൻ്റെ ഉണ്ട്, 200 മുട്ടൻ്റെ ഉണ്ട്, 100 ഉണ്ട്. നമ്മൾ 3 ഇൻക്യുബേറ്റർ 1 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇൻക്യുബേറ്ററിനകത്ത് 8 മണിക്കൂർ കറണ്ട് പോയാലും ഒരു വിഷയം. ഈ ഇൻക്യുബേറ്റർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വാട്സ്ആപ്പ് ചെയ്യുക. നമുക്ക് എവിടെയൊക്കെ കൊറിയർ അയക്കാൻ പറ്റും? ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. 1 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. ഇതില് ഒരുപാട് ആളുകൾ നല്ലതുപോലെ വരുമാനങ്ങളായിക്കൊണ്ടിരിക്കില്ല. നമ്മൾ ഇൻക്യുബേറ്ററിനകത്ത് 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ വെറും 2500 കേട്ടാ. കൊറിയർ അയക്കും 300, 2800. നമ്മൾ വേറെ എവിടെയും കിട്ടില്ല. നമ്മൾ ഷോപ്പിൽ മാത്രമേ കിട്ടുള്ളൂ. 2500, 2800 വയ്ക്കി 2500 പ്ലസ് 300. ഇവിടെ എടുക്കുക 2500. കൊറിയർ അയക്കുമ്പോൾ 300. 2800 വേറെ എവിടെയും ഇൻക്യുബേറ്റർ ഈ വിലയ്ക്ക് കിട്ടില്ല. 1 വർഷം വാറന്റിയോട് കൂടിയിട്ടാ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലേ? ഓക്കെ.